നമസ്കാരം ശ്രീ രശ്മിനാഥ്. നമസ്കാരം. നമുക്കറിയാം നാഗ്പൂർ ഒരു ചെറിയ ശാന്തമായ കാര്യങ്ങളിലോട്ടൊക്കെ അങ്ങനെ കടന്നു പോവുകയാണ്. കാരണം മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യമായി കുറച്ച് പ്രതിഷേധക്കാർ എത്തുന്നു. അതിനെ തുടർന്ന് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു. പൊതുമുതൽ വരെ നശിപ്പിക്കപ്പെടുന്നു. BJP പറയുന്നത് ഈ അക്രമം ആസൂത്രിതമായിരുന്നു, മാത്രമല്ല പോലീസും നിഷ്ക്രിയമായി എന്ന് പറയുന്നത് തന്നെ പ്രതിപക്ഷം ഇതിനെ വലിയൊരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ 1921 മലബാർ മേഖലയിൽ എന്താണോ സംഭവിച്ചത് അതിന് സമാന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നാഗ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഇന്നൊരു പത്രം വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്നത് നാഗപ്പൂരിലെ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കി എന്ന ഒരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുകയും അതിന്റെ പുറത്താണ് ഒരു വലിയ തരത്തിലുള്ള അക്രമ സംഘർഷ സംഭവങ്ങളുടെ അരങ്ങേറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചുള്ളത്. ഞാനിത് പറയാൻ കാരണം 1921 ഇവിടെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെയുള്ള സമരം എന്ന പേരിൽ ഒരു വിഭാഗം ആളുകൾ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങളുടെ ഒരു തനിയാവർത്തനം തന്നെയാണ് നാഗപ്പൂരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് പറഞ്ഞത് തിരൂരങ്ങാടി പള്ളിക്ക് കല്ലെറിഞ്ഞു എന്നൊരു തെറ്റായ വാർത്ത പെട്ടെന്ന് പ്രചരിപ്പിക്കുക, മൗത്ത് ടു മൗത്ത് പ്രചരണം നടത്തുകയും അതിന്റെ പേരിൽ അക്രമകാരികൾ സംഘടിക്കുകയും പല പല കേന്ദ്രങ്ങളിൽ പല ഗ്രൂപ്പുകളായിട്ട് സംഘടിച്ചുകൊണ്ട് അവരൊന്നായിട്ട് അതാത് പ്രദേശത്ത് ഒരു വൻതോതിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് ഇത്രയും വ്യക്തമായിട്ട് പറയാൻ കാരണം ഞാൻ ഇതേ പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം 1921 ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെമ്പ്രശ്ശേരി, പാണ്ടിക്കാട് ചന്തപ്പുര, പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ആ ചെമ്പ്രശ്ശേരിയിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള അക്രമ പരമ്പരകളെ കുറിച്ച് എന്റെ പൂർവികർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കേട്ടറിവുണ്ട്. അതിലൊന്നായിരുന്നു ഇതും. തിരൂരങ്ങാടി പള്ളിക്ക് കല്ലെറിഞ്ഞു എന്നൊരു വ്യാജ പ്രചരണം നടത്തുകയും അതിന്റെ പേരിൽ ഈ മലബാർ മേഖല മുഴുവൻ ഒരു വലിയ അക്രമത്തിലേക്ക് കൊണ്ടുപോവുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് തുവൂർ കിണറിലേക്ക് 38 ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ അതിനെ എതിർത്ത, ഇത് ഹൈന്ദവ സമൂഹത്തിനെതിരല്ലല്ലോ നമ്മുടെ സമരം, ബ്രിട്ടീഷ് സർക്കാരിനെതിരല്ലേ എന്ന് ചോദിച്ചതിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ, ആ പറഞ്ഞ മുസ്ലിമിനെ അടക്കം വെട്ടി അരിഞ്ഞു തള്ളിയിട്ടുള്ള തുവൂർ കിണറിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ നാഗപ്പൂരില് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി, രാജ്യത്തിന്റെ സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടി നിരവധി രാജാക്കന്മാര് ഇവിടുത്തെ വൈദേശിക അക്രമകാരികൾക്കെതിരെയും വൈദേശിക ആധിപത്യത്തിനെതിരെയും വളരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ നിലനിർത്താൻ വേണ്ടി, രാജ്യത്തെ സംസ്കൃതിയെ നിലനിർത്താൻ വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഇന്ത്യൻ നേതൃത്വത്തെയും ഉയർത്തി കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. മറിച്ച് നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് വൈദേശിക ആക്രമണകാരികൾ നടത്തിയിട്ടുള്ള അക്രമ പരമ്പരകളെ അത് വീരകൃത്യങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഔറംഗസേബ്? സ്വന്തം രാജ്യം അധികാരം നിലനിർത്താൻ വേണ്ടി സ്വന്തം രക്തത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് പിതാവിനെ പോലും അടക്കമുള്ള ആളുകളെ കൊല ചെയ്തുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത് ഈ രാജ്യത്ത് ജസിയ സമ്പ്രദായം കൊണ്ടുവന്ന ആളാണ് ഔറംഗസേബ്. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗമായിട്ടുള്ള ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഔറംഗസേബിന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കണമെങ്കിൽ നികുതി നൽകണമായിരുന്നു. ആ ഔറംഗസേബിനെയാണോ ഈ രാജ്യം പ്രകീർത്തിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ശവകുടീരമാണോ ഈ രാജ്യത്ത് ഉണ്ടാകേണ്ടത്? ഒരു പൊടി പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലുള്ള വൈദേശിക അക്രമകാരികളുടെ ഒരു പൊടി പോലും ഈ രാജ്യത്ത് അവശേഷിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അത് അവിടുത്തെ ദേശീയ സ്നേഹികളായിട്ടുള്ള, രാഷ്ട്ര സ്നേഹികളായിട്ടുള്ള ആളുകൾ നാഗപ്പൂരിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ 101% പിന്തുണയ്ക്കും. കാരണം വൈദേശിക ആക്രമണകാരികളെ മഹത്വവൽക്കരിക്കേണ്ടതല്ല ഇവിടുത്തെ രാജ്യത്തിന്റെ സംസ്കാരം. അത്തരം ആക്രമണകാരികളെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ള ശക്തരായിട്ടുള്ള ശിവജിയെയും അദ്ദേഹത്തിന്റെ പുത്രൻ സംഭാജിയെയും പോലെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ രാജ്യം പഠിപ്പിക്കേണ്ടത്. അതിവിടെ പഠിപ്പിക്കുന്നില്ല. 1921 കർഷക സമരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു, സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു. ഇതേപോലെ തന്നെയാണ് ഔറംഗസേബിന്റെ കാര്യത്തിലും അവിടെ കോൺഗ്രസ് സർക്കാർ ചെയ്തിരുന്നത്. അതിന് മാറ്റം വരുത്തണമെന്ന് അവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം ആഗ്രഹിച്ചാൽ എന്ത് തെറ്റാ നമുക്ക് പറയാൻ സാധിക്കുക? അവരെ അനുകൂലിക്കുകയല്ലേ വേണ്ടത്? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്, ആ നാടിന്റെ ആവശ്യമാണ്. ഈ നാടിന്റെ മുഴുവൻ സർവ്വസമ്പത്തും തട്ടിയെടുത്തുകൊണ്ടുപോയി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അതിക്രൂരമായി കൊല ചെയ്തിട്ടുള്ള ആ ഒരു ഔറംഗസേബിന്റെ ശവകുടീര സ്മാരകം എന്തിനാണ് ഈ രാജ്യത്ത്? അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതിവിടെ പാടില്ല.
നമുക്കറിയാം സംഭാജിയുടെ ജീവചരിത്രം നമ്മൾ പഠിച്ചാല് ആ സംഭാജിയെ അദ്ദേഹത്തിന്റെ ആ ഒരു വീര്യം കണ്ടിട്ട് ഔറംഗസേബിന് ഔറംഗസേബിന് തന്റെ ഒരു എതിരാളിയാണ് ഇതെന്ന് മനസ്സിലായപ്പോ നൂറുകണക്കിന് പടയാളികളെ പറഞ്ഞുവിട്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഓരോ ദിവസവും ഓരോ അവയവങ്ങളായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്രൂരകൃത്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ ക്രൂരമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളോട്, ദേശസ്നേഹിയായിട്ടുള്ള ഒരാളെ ക്രൂരമായി കൊലപ്പെടുത്തി. ആദ്യത്തെ ദിവസം നഖങ്ങൾ പറിച്ചെടുക്കുകയാണ്, വിരലുകളിലെ നഖങ്ങൾ മുഴുവൻ പറിച്ചെടുക്കുന്നു, കണ്ണ് ചൂഴ്ന്നെടുക്കുന്നു, ശരീരത്ത് ആകമാനം വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് അതിനകത്ത് ഉപ്പ് തേക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ നാവ് പിഴുതെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഔറംഗസേബിനെതിരെ ഒരു കാരണം, ഒരു ശരീരത്തിന്റെ ഒരു അണുകൊണ്ട് പോലും ചലിക്കാൻ പാടില്ല എന്നുള്ള അത്രയും ക്രൂരമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് സംഭാജി അനുഭവിച്ചിട്ടുള്ളത്. ആ സംഭാജിയെ ക്രൂരമായി കൊല ചെയ്തിട്ടുള്ള ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഇന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള, ഈ രാജ്യത്തെ മുഴുവൻ സമ്പത്തും കൊള്ളയടിച്ചിട്ടുള്ള, ഹൈന്ദവ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഭാര്യമാരാക്കി വെച്ചിട്ടുള്ള, കുട്ടികളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ ഔറംഗസേബിനെതിരെ എന്തുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഗവൺമെന്റും തീരുമാനമെടുത്തില്ല എന്നുള്ളതാണ് എനിക്കിപ്പോ ചോദിക്കാനുള്ളത്. അത് തീരുമാനമെടുക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നവരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസ്സുകാർ ചെയ്തിരിക്കുന്നത്. അവർക്ക് മൈനോറിറ്റികളെ മാത്രമാണ് അവർക്ക് കാണാനുള്ളത്. ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തെ, ജനതയെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്ത കാലത്താണ് ഒരു ഇസ്ലാമിക ചിന്തകനായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് 100 ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തെ ഒരു ഇസ്ലാമിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഏറ്റവും സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷേ 100 ഇസ്ലാമികളുള്ള സ്ഥലത്ത് ഒരു ഹിന്ദുവിന് ജീവിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞത് ഹിന്ദു അല്ല, BJP യോ RSS സംഘപരിവാർ ഒന്നുമല്ല, ഇസ്ലാമികമായിട്ടുള്ള ഒരു ചിന്തകൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ഇത്തവണ നമുക്ക് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. വൈദേശിക ആധിപത്യത്തിന് നേതൃത്വം നൽകിയവരെ അവരുടെ ശവകുടീരങ്ങളും അവരുടെ സ്മാരകങ്ങളും ഈ രാജ്യത്ത് വേണോ? അത്തരത്തിലുള്ള സ്മാരകങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതൃത്വവും ഈ രാജ്യത്ത് വേണോ എന്ന് ഇവിടുത്തെ ജനങ്ങളാണ് ഇനി ചിന്തിക്കേണ്ടത്. ആ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു നാടിനെ, ഒരു ജനതയെ മുഴുവൻ ഇല്ലാതെ മറാഠ, ഇന്ന് നമുക്കറിയാം മറാഠ റെജിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം തന്നെ നമ്മുടെ സൈന്യത്തിലുണ്ട്. അത് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നതിന് ഇല്ല എന്ന് പറയില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും ഒരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് മറാഠ റെജിമെന്റ്, മറാഠ എന്ന് പറയുന്നത്. ആ മറാഠയുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലൊരു ശവകുടീരം അവിടെ ഉണ്ട് എങ്കിൽ ഒരു തർക്കവുമില്ല, അത് അവിടുന്ന് ഒരു തരി പോലും ബാക്കി വെക്കാതെ എടുത്ത് അറബിക്കടലിൽ തള്ളണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അത് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ മറാഠയിൽ ഇപ്പോൾ അത് അവിടെ നിലനിർത്തിക്കൊണ്ടു പോകാനും അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനുമുള്ള ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. നടന്നിട്ടുള്ള ഇതിൽ തൊട്ടു മുമ്പ് നടന്നുള്ള സംഘർഷങ്ങളും അതിന്റെ ഭാഗമാണ്. കാരണം അവിടുത്തെ അധികാരം അവിടുത്തെ കോൺഗ്രസ് ശിവസേന സഖ്യത്തിന് നഷ്ടപ്പെട്ടു പോയി. അവിടുത്തെ ശിവസേന എന്ന പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം അവിടുത്തെ മറാഠകൾക്ക് ഇല്ലാതായി മാറി. അവര് വഞ്ചകന്മാരാണ്, വൈദേശിക ആധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളുടെ കുഴലൂത്തുകാരാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ അവിടുത്തെ ജനങ്ങൾ അധികാരത്തിൽ ഏൽപ്പിച്ചു. ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിൽ മറാഠ ജനതയുടെ മനസ്സിനെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സ്മാരകം നാഗപ്പൂരിൽ പാടില്ല, അത് അവിടുന്ന് എടുത്ത് കളയണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള കടമ തീർച്ചയായിട്ടും മറാഠ ഗവൺമെന്റ് നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നത്.